Hi everybody, this is Shweta. My name is Inder and welcome to our Channel. It's time for next scene from movie Rond. Let's watch it. Let's watch it. ഇപ്പോൾ ബ്രെഡൊക്കെ കഴിച്ച് മിടുക്കിയായിട്ട് ഉടനെ വീട്ടിലേക്ക് പോകുമെന്ന് പറയാം. കഴിച്ച് കഴിഞ്ഞില്ലേ? എന്താ സാറേ? ഞാൻ രാവിലെ എൻ്റെ കയ്യിൽ നിന്ന് ഒരുത്തിന് തുറന്ന് പൊട്ടിച്ചായിരുന്നു. വലിയ കുടുംബക്കാരും ഒക്കെ അതായിരിക്കും. നമ്മൾ പോയിട്ട് വരാം. അച്ചപ്പ വരാമോ? മങ്കിയോടുണ്ട്, മങ്കി നോക്കിയിരുന്നോ? ഇതൊന്ന് ബാക്കി കൊടുത്തേക്ക് കേട്ടോ. എന്താ സാർ മോക്കല്ലായിരിക്കും? ഒന്നുമില്ലത് വാ. എന്താ എല്ലാരും കൂടെ സാറത് കാണുമെന്നൊരു കൂട്ടാൻ പറഞ്ഞേ. ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നു. അതിപ്പോ ഞാൻ വരണമെന്ന് വെച്ചാൽ കാര്യം എന്താ പറഞ്ഞു? കേസിലെ പ്രതികളെന്ന് സംശയിക്കുന്നവർക്ക് സഹായം ചെയ്തു നൽകിയ ധർമ്മശാല സ്റ്റേഷനിലെ പോലീസ് കണ്ടിട്ട് പോലും ഞാൻ വിളിച്ചിട്ടുണ്ട്. നീ ഒന്ന് അടങ്ങ്. ആ ഹോസ്പിറ്റലിലെ കാര്യം ഞാൻ നോക്കിയോളാം. എടാ മീഡിയ അറിഞ്ഞ് ന്യൂസ് ഫ്ലാഷ് ആക്കി നാട്ടുകാർ അലമ്പാക്കി. അതുകൊണ്ടല്ലേ അറസ്റ്റ് ചെയ്ത് വന്നത്. എടാ നമ്മളൊക്കെ പോലീസുകാരല്ലേ, സാറ് നോക്കിയോളൂ. നീ ധൈര്യമായിട്ടിരിക്കേ, ഞങ്ങളൊക്കെ കൂടെ. But अभी ये गड़बड़ मैं किसी और को अरेस्ट करने भेजूंगा. कुछ तो पीछे से गेम नहीं क्या वो देखना है. സലോമി ये समझ गया ना पहले. കേരളത്തെ നടുക്കിയ ഒരു ദുരഭിമാനക്കൊലയെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ ഞങ്ങൾ പുറത്തുവിടുന്നത്. പ്രണയത്തിന്റെ പേരിൽ ദളിത് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കൊല ചെയ്യുവാൻ ഒത്താശ ചെയ്തത് പോലീസാണ് എന്നതാണ് നടുക്കുന്ന വിവരം. സഹായം ചെയ്തു കൊടുത്ത പോലീസ് അവസ്ഥ മനസ്സിലാവും. എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായം നിനക്ക് തരാം. നിന്റെ പെങ്ങളെ രക്ഷിക്കാൻ പറയും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. സിസ്റ്റർ മേരി, ആ സലോമിയെ നടത്തിയിരുത്തണേ. സലോമി എന്താടാ പറ്റിയേ? ടിവിയിലൊക്കെ വലിയ വാർത്ത കേൾക്കാനുണ്ടല്ലോ. തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവരെന്നെ അറസ്റ്റ് ചെയ്യും. സുമാന്റെ ഉറപ്പാ. അച്ഛൻ അറിയാലോ സലോമിക്ക് ഞാൻ. നീ സമാധാനമായിട്ടിരിക്കും. അവളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. आगे शायद से. അവിടെ മുമ്പിൽ കൂടെ എന്നെ കൂട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒക്കെ താമമില്ല. എങ്ങനെയെങ്കിലും ഉറക്കാൻ. അഞ്ച് മിനിറ്റ് തരണം. വൈഫിനെ ഒന്ന തീരെയാണ്. പ്ലീസ് വേഗം ആയിക്കോട്ടെ. ഒന്നുമില്ല വാ. ഒന്നുമില്ല. അച്ഛൻ പറഞ്ഞാൽ നമുക്കൊരു ചെറിയ ഇഞ്ചക്ഷൻ എടുക്കണം. ഒന്നുമില്ല, പെട്ടെന്ന് തീരുമില്ല. അച്ഛൻ പറഞ്ഞിട്ടില്ല. സലോമി ഇടിക്കായിരിക്കുന്നല്ലോ. ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ. ഇല്ല ചെറു ഒന്നും വേദനക്കില്ല. അച്ഛൻ വേദനിപ്പിക്കുകയല്ലോ. ഇല്ല, ചെറിയ ഇഞ്ചക്ഷൻ. ചെറിയ അത്രേ ഉള്ളൂ. ഒന്നുമില്ല. Such a caring यार. ഇല്ല. ഓക്കെ.
സർ ഇന്നലെ രാത്രി ഒരു ബോഡി ബന്ദോബസ്ത് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചൊന്നും അറിയില്ല സർ. यही था ना उधर बोलने तो शायद से നിങ്ങളെല്ലാവരും ഒന്ന് ഇറങ്ങി വെളിയിലോട്ട് വന്നേ. നീ ഇന്നലെ രാത്രി ഡ്യൂട്ടി? ഇല്ല സാർ. ഇല്ല. ഇന്നലെ രാത്രി കൈക്കൂലി വാങ്ങിച്ചോ? ഞാൻ വാങ്ങിച്ചിട്ടില്ല സാർ. പിന്നെ എങ്ങനെയാടാ നീ ഇറങ്ങിയ വണ്ടിയിൽ 10,000 രൂപ കിട്ടിയേ? നിനക്ക് ഇവനെ അറിയോ? പരിചയമുണ്ടോ? പരിചയമില്ല സാറേ. പരിചയമില്ല. 10,000 भी लिए थे वो भी फंस जाएंगे रे. ഇന്നലെ പെട്രോളിങ്ങിന് സമയത്ത് കണ്ടായിരുന്നു. പെട്രോളിങ്ങിന് സമയത്ത് കണ്ടു? വണ്ടിയൊക്കെ ഇങ്ങനെ സമയത്ത് കണ്ടു. വണ്ടിയൊക്കെ ചെയ്തു? നീ വണ്ടിയൊക്കെ ചെയ്ത് മീഡിയയിൽ വന്നിട്ടുണ്ട്. എടാ അവന്മാരെ പൊക്കി നിന്റെ ഇൻവോൾവ്മെന്റ് അവന്മാരെ മൊഴി വന്നിട്ടുണ്ട്. വഴി കാണിച്ചു കൊടുത്ത സാറേ. താൻ ഇന്നലെ രാത്രി മദ്യപിക്കുന്നുണ്ടോ? ഇന്നലെ അബദ്ധം. ഇവൻ വന്നപ്പോ എന്താ പറഞ്ഞു? ഇവൻ കഴിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞു? വായെടുത്ത കളവേ പറയുള്ളൂ. രണ്ടിനെ കൊലക്കേസിൽ പ്രതി അമ്മയ്ക്ക് വയസ്സ് വേണ്ടിയൊക്കെ വക്കാലത്ത് പറയല്ലേ? പോലീസുകാരുടെ വില കളയുന്ന ഇവനൊക്കെ. ഇവനെ ഊരി കൊടുത്തിട്ട് ഞാൻ അകത്ത് പോവാം. ഇവനെ കൊണ്ട് യോനാനെതിരെ മൊഴിയെടുപ്പിച്ചാലോ? ഇവനെ കൊണ്ട് യോനാനെതിരെ മൊഴിയെടുപ്പിച്ചോ? യോനാൻ സാർ ഒന്നും ചെയ്തിട്ടില്ല സാറേ. രണ്ടിനെ കൊലക്കേസി പ്രതി और तो नया है ना वो इज न्यू गाय. यही सीन था ना यही शर्ट में. ये समझ गया ये एक्सपीरियंस पता चल गया. നീ ഇവിടെ കിടന്ന് കരഞ്ഞിട്ടോ നെല്ലിച്ചോ ഒരു കാര്യമില്ല. നിങ്ങൾ ഏകിലോ വാങ്ങിച്ച് അവരെ വഴി കൊടുത്തിരിക്കുന്നത്. പോലീസ് മോൻ രക്ഷിക്കാൻ വേണ്ടി കൊലക്കേസെടുക്കും. നിന്നെ അതിൻ്റെ രക്ഷ കൊടുത്താൽ വേണ്ടി എനിക്ക് കൃഷി ചെയ്ത് എടുത്ത് നിന്റെ പണിയും പോകും. 10 വർഷം അകത്തും കൊടുക്കേണ്ടി വരും. നീ സമാധാനത്തിൽ നിന്ന് ആലോചിക്കുക. ഇവിടെ ഇത്ര സർവീസ് ആയില്ലേ? എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് കൂട്ടു നിൽക്കുന്നത്? ഇപ്പൊ കൊലക്കേസി പ്രതിയായില്ലേ? സാറേ ഞാൻ ആവശ്യമില്ലാത്ത ഒരു പണിക്കും കൂട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് സാറിനെ കൊലക്കേസി പ്രതിയാക്കാന്ന് കരുതുകയും വേണ്ട. പറ്റുമെങ്കിൽ സാറിനെ ഇതിൽ നിന്ന് ഒഴിവാക്കി. നിന്റെ കൂടെയുള്ള പോലീസുകാരൻ മൊഴിയാന്നല്ലോ നീ കൈക്കൂലി വാങ്ങിയിട്ടാ ഇതിന് കൂട്ടു നിന്നത്. എന്റെ സാറേ ഇമാതിരി ചോദ്യം ചെയ്യലൊക്കെ കുറെ ഞാൻ ഫുട്ടേജും അവന്മാരുമായിട്ട് ഡീൽ ചെയ്യുന്നതിന്റെ ഫോൺ സംഭാഷണമൊക്കെ ടി വിയിൽ എങ്ങനെയാണ് വന്നേ? അതോ അതും അവരെ ഉണ്ടാക്കിയിട്ടാണെന്നാണോ നീ പറയുന്നത്? സാറേ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ ആ CCTV ഫുട്ടേജും എഡിറ്റ് ചെയ്തതിന്റെ ഫോൺ കോളും അവർക്ക് കിട്ടണമെങ്കിലേ അതിന് പിന്നീട് കറക്റ്റ് ഒരു പ്ലാനിങ്ങിന്റെ എക്സിക്യൂഷൻ ഉണ്ട് സാറേ. അത് സാറിന്റെ അറിവോടുകൂടിയാണെന്ന് എനിക്കറിയാം. എനിക്കെന്താണ് കാര്യം? നമ്മൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? നീ പറ. സാറേ ആ പയ്യൻ കൂട്ടുകാരന്റെ വീട്ടിലാണെന്നുള്ള ഇൻഫർമേഷൻ സാറിന് വന്നത് ഞാനല്ലേ. അതിനുശേഷം അമ്മമാർ അവിടെ പോയി ആ പയ്യനെ പൊക്കിയത്. കോടതിയിൽ കേസ് വരുമ്പോഴത്തേക്ക് ഞാനായിരിക്കും പ്രധാന സാക്ഷി. അപ്പൊ എന്റെ സ്റ്റേറ്റ്മെന്റിന് ക്രെഡിബിലിറ്റി ഉണ്ടാവരുത്. അങ്ങനെ പ്രതികൾ അങ്ങനെ രക്ഷപ്പെട്ടോളൂല്ലോ. അവർക്ക് സാറിന് ചിലപ്പോൾ എന്തെങ്കിലും ഗുണം ഉണ്ടാവും. എന്നാ പിന്നെ നീ കോടതി പോയി തെളിയിക്കും. സാറേ ഞാനത് കോടതി പോയി തെളിയിക്കുകയും ഈ നൂറുകയും ചെയ്യും. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ട് ചോദിക്കുമോ? പറ്റുമെങ്കിൽ എന്നെ ഒന്ന് ഒഴിവാക്കിത്താ. പോലീസുകാരനാണ് ഇതിനെ കൂട്ടുന്നതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കുക. നടക്കുകയല്ല സാറേ. 10-25 കൊല്ലമായില്ലേ ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. അവനെതിരെ ഞാൻ സ്റ്റേറ്റ്മെന്റ് എഴുതി തന്നാലും ഞാനും അതിനകത്ത് പെടുമെന്നൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് ഈ സർവീസൊക്കെ തന്നെ ധാരാളം സാറേ. എന്നാ പിന്നെ നീ ചെല്ല് പുറത്തോട്ടേ. അപ്പം കോടതിയിൽ നിന്നാണോ സാറേ? ഓ ശരി.
സാറിന് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞു. നീ വേണമെങ്കിലേ ഒന്ന് വീട്ടിൽ വിളിക്കാം. പിന്നെ വരരുത്. अरे रे फुल फंसाने का ट्रैप है रे. ഹലോ, ഡോക്ടർ എന്നാ പറഞ്ഞ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? ടെൻഷൻ ആവില്ല, ഞാൻ രാത്രി ആവുന്നതിന് മുമ്പ് അങ്ങ് എത്തും കേട്ടോ. അതുവരെ അവിടുത്തെ കാര്യമൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ അനിൽ സാർ, സദാൻ സാർ എല്ലാവരും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ബാബുടിക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. നീ വന്നേ. ഇപ്പോഴങ്ങനെ ഉണ്ട്. നിനക്കുള്ള സത്യസന്ധത അയാൾക്ക് മനസ്സിലായില്ലേ? ഏതായാലും കേസ് ഒരാളെ പ്രതിയാകും. അത് നീയാണോ അയാളാണോ നിന്നെ തീരുമാനിക്കും. एक दूसरे पे भड़का रहे, क्या क्या कर रहे हैं. कोई थे, कोई एक मिल जाए तो उसको फंसा देंगे, बाकी सब फ्री. ഇങ്ങനെയുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് ഒപ്പിട്ട് കൊടുത്തോ? ഒറ്റയ്ക്ക് പ്രതിയാക്കിയിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചില്ലേ? കളിച്ചോളാം. നിനക്ക് പോലീസിലായിട്ടുള്ളൂ. പോലീസിങ് എന്താ നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. पूरा मूवी टेंशन में आया है यार. Just a stress and tension. നവീനൊരു ആണുക്കളിയാണ്. എല്ലാ പ്രതികളും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദിനാഥൻ പോലീസുകാരൻ കൊലപാതക കൂട്ടിനെ കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ദിനാഥൻ യോഹന്നാണ് 5-6 പ്രതികളെ പ്രതിപട്ടിയിൽ ചേർത്തിട്ടുണ്ട്. പോലീസ് സേനയിൽ ക്രിമിനലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നല്ലേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആവർത്തിച്ചു വരുന്ന പോലീസിന്റെ ഇത്തരം വീഴ്ചകളിൽ എന്ത് നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ളത്? सब लड़ता है. ये फर्स्ट सीन देखा था ना. नहीं यार,
यार 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 ये तो इतना स्ट्रेसफुल है, ऊपर से इतना सैड एंडिंग। It's not इसका सेकंड पार्ट बनना चाहिए यार, but you know this was going so like कितना every scene was stressful, like क्या क्या करना पड़ता है, क्या क्या एंड भी वैसी स्ट्रेसफुल था हाँ। कि कैसे घूम जाते सब लोग। That guy, मतलब उसने तो एक्चुअली वो बेचारा नया था, he was new। तो वही बोला ना कि तूने साइन कर दिया, तेरे को अभी तक नहीं समझा पुलिसिंग क्या होता है एंड ऑल, बट यार स्ट्रेस cool, but nice actually ये सबसे पता है कि how much pressure do police officers go through। absolutely Cool guys, suggest us next movie। meanwhile take care, bye bye।